ഇപ്പം നൃത്തം ചെയ്യുന്നവർ പറയുന്നുണ്ട് ബാഹ്യചലനങ്ങൾക്കപ്പുറം ആന്തരികമായിട്ടുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു തേജോമയമായ ഒരു കാര്യമാണ്. അങ്ങനെ തന്നെയല്ലേ ദിവ്യയ്ക്കും? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് അതിലൊരു സാത്വിക ഭാവം ഉണ്ട്. സാത്വികം ഒരു ഭാഗമാണ് ഡാൻസിൽ, അഭിനയത്തിന്റെ. അതെ, അപ്പൊ അത് എന്ന് പറയുന്നത് ദ മോസ്റ്റ് പ്യുവർ ആണല്ലോ സാത്വിക. അപ്പോൾ അവിടെ ആ ക്യാരക്ടർ പിന്നെ ദിവ്യ, അങ്ങനെ രണ്ടുപേരില്ല, ക്യാരക്ടർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഡാൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് പോകുന്നതാണ്. അപ്പൊ വൺനെസ് ആണ്. അപ്പൊ അത് വരണം. അത് വരുമ്പോ തന്നെയാണ് അത് എന്തായാലും പറയാ പൂർണ്ണമാകുന്നത്. ഇപ്പം ദിവ്യയിലെ ഡാൻസിലെ ഒരു സ്പിരിച്വൽ എലമെന്റ് എന്തായിരിക്കും? സ്പിരിച്വൽ എലമെന്റ് ആണ് ഡ്രൈവിംഗ് ഫോഴ്സ് എൻ്റെ കോറിയോഗ്രാഫീസിനും എല്ലാത്തിനും. ഇപ്പോൾ ഒരു അമ്പലത്തിനെ പറ്റി കേട്ടാലോ അതിൻ്റെ കഥകളും പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന എനർജി, അല്ലെങ്കിൽ ഇപ്പോൾ ഗുരുവായൂരെ ഭക്തരുടെ കഥകളാണെങ്കിൽ തന്നെയും എന്തായിരിക്കുമല്ലേ ഇവരൊക്കെ, ഇപ്പൊ കുറൂരമ്മയുടെ കഥയാണ്, എന്താണല്ലോ ഇതൊരു സംഭവമാണല്ലോ എന്നുള്ള ആ ഒരു വാവ് ഫാക്ടറി എന്നാണ് കോറിയോഗ്രാഫിയുടെ ആരംഭം തന്നെ. സോ അപ്പൊ അവിടെ തന്നെ ഭക്തിയിൽ കലർന്നിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പൊ നമ്മൾ ശോഭന ചേച്ചീനെയൊക്കെ കാണുമ്പം നൃത്തത്തിലൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ, അതിപ്പോ ഇംഗ്ലീഷിലൊക്കെ തന്നെ ചേച്ചി എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പൊ ദിവ്യയും കുറെ കൊറിയോഗ്രാഫീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തായിരിക്കും ഇനി ദിവ്യയുടെ ഭാഗത്തുനിന്ന് ചെയ്യണം തോന്നുന്ന നൃത്തത്തിലെ പരീക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? എനിക്ക് പരീക്ഷണമല്ല, എനിക്ക് എപ്പോഴും താല്പര്യം തോന്നിയിട്ടുള്ളത് ജനങ്ങൾ കണക്റ്റഡ് ആവുമ്പോഴാണ്. അത് ഞങ്ങൾക്ക് മനസ്സിൽ തട്ടിയിട്ടോ എന്ന് പറയും. അങ്ങനെ ജനങ്ങൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന നാമകീർത്തനങ്ങളില്ലേ, അഷ്ടകങ്ങള്, അല്ലെങ്കിൽ ഭജഗോവിന്ദ്, പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങള് നമ്മൾ നാമങ്ങളായിട്ട് 4 വരി കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതെടുത്തിട്ട് അത് ബേസാക്കി വെച്ചുകൊണ്ട് വർക്ക്സ് ചെയ്യുമ്പോൾ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ആളുകളുടെ ആ ഒരു എനർജി നമ്മളിലേക്ക് ഒരു സിനർജി സംഭവിക്കുമ്പോഴാണ് ഒരു കോറിയോഗ്രാഫിയുടെ ഒരു എന്താ പറയാ വിജയം എനിക്ക് ഫീൽ ചെയ്യാറ്. സക്സസ് ആയി, ഇത് അവരിലേക്ക് എത്തി എന്ന്. അപ്പോൾ അങ്ങനെ അഷ്ടകങ്ങളും കീർത്തനങ്ങളും ഒക്കെയാണ് കൂടുതൽ എനിക്കിഷ്ടം ചെയ്യാൻ, അല്ലേ? കൂടുതൽ നമുക്ക് കൺവേ ചെയ്യാൻ കൂടുതൽ അതാണ് എളുപ്പം എന്ന് തോന്നാറുണ്ട്. ഓക്കെ, ഇവ ദിവ്യ അന്ന് നമ്മൾ പറഞ്ഞില്ലേ 20 വർഷത്തിൻ്റെ കണക്ക് പറയുമ്പം അന്ന് ദിവ്യ പോകുമ്പോൾ വളരെ ചെറിയ പ്രായമാണ്. മാരേജ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നു, 20കളിൽ തന്നെ അമ്മയാവുകയാണ്. പിന്നീട് 30കളിലാണ് ഐശ്വര്യ വരുന്നത്. അപ്പം ആ ഒരു 2 സമയത്ത്, കാരണം അന്ന് ദിവ്യയും കുട്ടിയാണ്, ദിവ്യ ഇവരുടെ കൂടെ വളരുന്നു. ഇപ്പം എനിക്കൊന്ന് ഐശ്വര്യ വളരെ 4 വയസ്സേ ഉള്ളൂ മോൾക്ക്. അപ്പം എങ്ങനെയാണ് ഈ 2 കാലത്തെ ആ ഒരു മദർഹുഡിനെ എങ്ങനെ കാണുന്നു? അത് അങ്ങനെ വലിയ, ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടാണോ ചെയ്തത്, എവിടെ നിന്ന് പഠിക്കും? അതെ, പഠിക്കാൻ അന്നും ഒരു ബുക്കും ഒന്നുമില്ല, ഇന്നും ഒരു ബുക്കും അങ്ങനെ ഒന്നുമില്ല. അപ്പോ എന്നോട് ചോദിച്ചാൽ ഏറ്റവും വലിയ പരീക്ഷണം അതൊക്കെ തന്നെയാണ്. പിള്ളേരെ വളർത്തുന്നതും അവര് വളർന്നു വരുന്നത് കാണുന്നതും, ഈശ്വര നമ്മൾ ചെയ്യണത് ശരിയായിരിക്കണേ. പക്ഷെ എനിക്ക് തോന്നുന്നു ദിവ്യ ഭയങ്കര പേഷ്യൻസ് ഉള്ള ഒരു അമ്മയാണ്. അത് പിള്ളേരോട് ചോദിക്കൂലല്ലോ, അതുകൊണ്ട് ഞാനത് പറഞ്ഞേക്കാം. അല്ല, കാരണം ഇവ തന്നെ ഐശ്വര്യയോട്, ഐശ്വര്യ അതവിടെ വെക്കും, ഞാൻ അയ്യോ എത്ര പതുക്കെയാണ്, അങ്ങനത്തെ ഒരു ഭയങ്കര ക്ഷമയുള്ള അമ്മയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ ഒരു ടോണില് അതങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ടോൺ. പിന്നെ ഒരു വാർണിംഗ്, ഇനി ഞാൻ സ്ട്രിക്റ്റ് ടോൺ ഉപയോഗിക്കാൻ എനിക്ക് തോന്നുവാണ്, അങ്ങനെയൊക്കെ പറയും ഞാൻ. അപ്പോ പിന്നെ വരുന്ന റിയാക്ഷൻ അനുസരിച്ച് ആ ടോൺ വരണോ വേണ്ടോ.